US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അധികൃതരിൽ നിന്ന് രക്ഷപ്പെടാൻ 9 മണിക്കൂറുകളോളം മരത്തിൽ കയറിയിരുന്ന യുവാവ് ഒടുവിൽ പിടിയിലായി. ഗോട്ടിമാല സ്വദേശിയായ റൗൾ ഐക്കൽ എന്ന വ്യക്തിയാണ് 9 മണിക്കൂറുകൾക്ക് ശേഷം ഫെഡറൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കീഴടങ്ങിയത്. റൗൾ ഐക്കൽ നിയമവിരുദ്ധമായി അമേരിക്കയിൽ പ്രവേശിച്ചതാണെന്ന് ICE ഉദ്യോഗസ്ഥർ പറയുന്നു. ചൊവ്വാഴ്ച രാവിലെ 10:30ഓടെ ഇയാൾ മരത്തിൽ കയറിയിരിക്കുകയായിരുന്നു. വൈകുന്നേരം 7 മണി വരെ മരത്തിൽ നിന്ന് ഇറങ്ങാൻ ഇയാൾ തയ്യാറായില്ല. ചൂട് കൂടിയതോടെയാണ് ഇയാൾ മരത്തിലിരിക്കുന്ന കാര്യം ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അയൽവാസികളും ബന്ധുക്കളും സാമൂഹ്യ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ മരത്തിന് താഴെ തടിച്ചുകൂടി. ഡൗൺ ടൗണിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സെറൽവോ സ്ട്രീറ്റ് 500 ബ്ലോക്കിലാണ് ഈ സംഭവം നടന്നത്. നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ നാടുകടത്താൻ ട്രംപ് ഭരണകൂടം നടത്തുന്ന ശ്രമങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത്. ഐക്കലിന് ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലെങ്കിലും ഇയാൾ നിയമവിരുദ്ധമായി 2 തവണ US കുടിയേറിയ വ്യക്തിയാണ്. പല TV ന്യൂസ് ചാനലുകളും ഈ സംഭവം ഫേസ്ബുക്കിൽ ലൈവായി സ്ട്രീം ചെയ്തിരുന്നു. ടെക്സസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പബ്ലിക് സേഫ്റ്റിയുമായി ചേർന്നാണ് ഐക്കലിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതെന്ന് ICE സാൻ ആൻ്റോണിയോ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ക്രിമിനൽ ഏലിയൻ എന്നാണ് ഉദ്യോഗസ്ഥർ ഐക്കലിനെ വിശേഷിപ്പിച്ചത്. ഐക്കൽ യാത്ര ചെയ്യുകയായിരുന്ന വാഹനം അധികൃതർ തടഞ്ഞപ്പോൾ ഇയാൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ഇയാൾ അടുത്തുള്ള ഒരു വീടിന് പിൻവശത്തുള്ള മതിൽ ചാടിക്കടന്നു. അറസ്റ്റ് ഒഴിവാക്കാൻ മരത്തിൽ കയറി ഒളിക്കുകയും ചെയ്തു. 2013 മാർച്ച് 27-നാണ് ഇയാൾ ആദ്യം നിയമവിരുദ്ധമായി US പ്രവേശിച്ചത്. 2013 ഏപ്രിൽ 24-ന് ഇയാളെ പിടികൂടി ഗോട്ടിമാലയിലേക്ക് നാടുകടത്തി. പിന്നീട് വീണ്ടും നിയമവിരുദ്ധമായി ഇയാൾ US പ്രവേശിക്കുകയായിരുന്നു. എന്നാൽ ഏത് ദിവസമാണ് തിരിച്ചെത്തിയതെന്ന് വ്യക്തമല്ലെന്നാണ് ICE പറയുന്നത്. നാട് കടത്തിയ ശേഷം വീണ്ടും രാജ്യത്ത് പ്രവേശിച്ചതിന് ഐക്കലിനെതിരെ ഫെഡറൽ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ഐക്കൽ മരത്തിൽ കയറിയപ്പോൾ ഇയാളെ താഴെ ഇറക്കാനായി ഒരു ICE ഉദ്യോഗസ്ഥൻ മരത്തിലേക്ക് ഏണി ചാരി വെക്കുന്നുണ്ടായിരുന്നു. അതേസമയം താഴെയുള്ള ആളുകൾക്കിടയിൽ നിന്ന് ഐക്കലിന് പിന്തുണ കിട്ടിയതായും റിപ്പോർട്ടുകളുണ്ട്. താഴേക്ക് വരരുത്, അറ്റോർണിയെ ആവശ്യമുണ്ടോ തുടങ്ങിയ വാക്കുകൾ താഴെ നിന്ന് ഒരാൾ സ്പാനിഷ് ഭാഷയിൽ ഐക്കലിനോട് ചോദിച്ചതായാണ് റിപ്പോർട്ട്. അഭിഭാഷകനെ ആവശ്യമുണ്ടെന്ന് ഐക്കൽ പറഞ്ഞപ്പോൾ ഇയാൾ ഉടനും എത്തുമെന്നും വ്യക്തമാക്കി. ഐക്കൽ ഗ്വാട്ടിമാലയിൽ നിന്നുള്ള ആളാണെന്നും 2 വർഷത്തിലധികമായി സാൻ ആൻ്റോണിയോയിൽ താമസിക്കുന്നുണ്ടെന്നും ഇയാളുടെ ബന്ധുവാണെന്ന് പരിചയപ്പെടുത്തിയ ഒരു സ്ത്രീ സാൻ ആൻ്റോണിയോ എക്സ്പ്രസ് ന്യൂസിനോട് പറഞ്ഞു. രാവിലെ 10:30ഓടെ ICE ഉദ്യോഗസ്ഥർ തന്നെ ചേസ് ചെയ്യുന്നു എന്ന് ഐക്കൽ മെസ്സേജ് അയച്ചിരുന്നതായും അവർ കൂട്ടിച്ചേർത്തു. മറ്റേതൊരു കുടിയേറ്റക്കാരെയും പോലെ മെച്ചപ്പെട്ട ജീവിതം നയിക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും ഐക്കലിൻ്റെ ബന്ധു പറഞ്ഞു. ഐക്കൽ വിവാഹം കഴിക്കാത്ത വ്യക്തിയാണെന്നും ലാൻഡ്സ്കേപ്പിംഗ് നിർമ്മാണ ജോലികൾ ചെയ്ത് സ്വന്തം മാതാപിതാക്കളെ സഹായിക്കുകയാണ് അവൻ്റെ ലക്ഷ്യമെന്നും അവർ കൂട്ടിച്ചേർത്തു. ലീഗ് ഓഫ് യുണൈറ്റഡ് ലാറ്റിൻ അമേരിക്കൻ സിറ്റിസൺസ് സ്റ്റേറ്റ് ഡയറക്ടർ ഗബ്രിയേൽ റോസൽസും സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. വൈകിട്ട് 6:45-ന് ഐക്കൽ മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. എന്നാൽ ചില ആളുകൾ താഴെ ഇറങ്ങേണ്ടതില്ലെന്നും അധികാരികളോട് സംസാരിക്കേണ്ടതില്ലെന്നും പറഞ്ഞപ്പോൾ അവൻ വീണ്ടും മുകളിലേക്ക് കയറി. ഒടുവിൽ 7 മണിയോടെ ഐക്കൽ കീഴടങ്ങുകയായിരുന്നു. ICE ഉദ്യോഗസ്ഥർ അവനെ കയ്യിൽ വിലങ്ങണിയിച്ചതിന് ശേഷം വെള്ളം നൽകി. തുടർന്ന് വാഹനത്തിൽ കയറ്റി തടവ് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി.